ഇതിവിടെ പിന്നെ എന്താ പറയുക ചിക്കന് എന്താണ് ചീമസാന്ദ്ര അല്ലേ നമ്മളെ പിന്നെ ഒസ്കോട്ടന്റെ അടുത്ത് ഒസ്കോട്ട ദേവനഹള്ളി എയർപോർട്ട് റൂട്ടില് ഒരു ചെറിയൊരു സംവിധാനം നമ്മളെ ഈ മെയിനായിട്ട് ഈ നോർത്തിന്റെ സൗദി കന്നഡക്കാരെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ചെറിയൊരു യൂണിറ്റുമാണ് ഇത്. ശരിക്കും മെയിൻ ഉണ്ടാക്കിയത് ക്ലൗഡ് കിച്ചന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിൽ എക്സ്ട്രാ ഉള്ള ഒരു കൗണ്ടറാണിത്. ഇതിന്റെ കിച്ചണും സൗകര്യങ്ങളൊക്കെ ഉള്ളത് നേരെ ഉള്ളിൽ വരിക. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നല്ല ഡെവലപ്പിംഗ് ഏരിയയാണ്. ഇതിന് ഡെവലപ്പിംഗ് ഏരിയ പറഞ്ഞാൽ പുതിയ നമ്മളെ എയർപോർട്ടിന്റെ ഭാഗത്തായതുകൊണ്ടും മാത്രമല്ല കണ്ടമാനം ഇൻഡസ്ട്രീസും ബിസിനസ് സംരംഭങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിട്ടത്. അതിന്റെ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിറച്ച് പണിക്കാരുള്ള ഒരു ഏരിയ. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഫ്രിഡ്ജ്, അതേമാതിരി ഗ്രോസറീസ്. ഇവർ തുടങ്ങിയില്ല, ഇവർ പൂജയൊക്കെ കഴിഞ്ഞ് അതേമാതിരി നിർത്തിയതാണ്. കാരണം വൈഫൈ കേൾക്കുന്നത് അതുകൊണ്ട് ഇതിൽ ജോലി റിസൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒക്കെ ബ്രാൻഡ് ന്യൂ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. പക്ക ബ്രാൻഡ് ന്യൂ സാധനങ്ങൾ. ഈ സാധനങ്ങളൊക്കെ പാടക്കം ആ മുന്നിലുള്ള ആ ചെറിയ പാൻട്രി ഷോപ്പ് അടക്കം ഈ 1 BHK ഉൾപ്പെടെ കേട്ടോ. ഇതാണ് കിച്ചണായിട്ട് ഉപയോഗിക്കുന്നവർ. മിക്സി, കുക്കർ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഒരു സൗത്ത് ഇന്ത്യൻ കിച്ചൺ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും 1 BHK വാഷ്റൂമുണ്ട്. ഇത് കിച്ചണായിട്ട് ഉപയോഗിക്കുന്നത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. മെയിനായിട്ട് ഇത് ചെയ്തത് സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഓൺലൈൻ ക്ലൗഡ് കിച്ചൺ വേണ്ടി ചെയ്തതാണ്. ഇതിന് പ്രത്യേകം തെച്ചതാണ്. ഇതിപ്പോൾ ഒരു വെയർ ഹൗസാണ്, അത് വെയർ ഹൗസാണ്, അത് വെയർ ഹൗസാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. വെയർ ഹൗസാണ്, അത് വെയർ ഹൗസാണ്, ഈ കാണുന്ന വെയർ ഹൗസാണ്. ഇത് അടുത്തൊരു വലിയൊരു ഫാക്ടറി അവിടെ വരാൻ പോകുന്നുണ്ട്. റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ്. ഫുള്ള് വർക്കേഴ്സാണ് ഇവിടെ ഏരിയയിൽ. ഇപ്പോൾ വലിയൊരു ഫാക്ടറി വരുന്നത്. അത് അത്രയും വാടകയുള്ളൂ. 12,500, 11,500, 11,500 റൈറ്റ്. 11,500 ആണ് ഇതിന്റെ വാടക. ആ ഷോപ്പും 1 BHK അടക്കം, കിച്ചൺ അടക്കം. അവിടെ ഒരു മെസ്സൊക്കെ ഉണ്ട്. ഇതേമാതിരി മെസ്സൊക്കെ വർക്കൗട്ട് ആവും. കാരണം ഇവിടെ ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. നല്ല വലിയൊരു ഫാക്ടറി ഏരിയയാണ്. അതിന് മുമ്പിൽ ഫാക്ടറിയിലൊക്കെ ആൾക്കാരില്ല കേട്ടോ. വെയർ ഹൗസ്, ഫാക്ടറി, വണ്ടികൾ എപ്പോൾ ഇങ്ങനെ പോയി കൊടുക്കുക. ദേവനഹള്ളിയിൽ നിന്ന് എയർപോർട്ട് റൂട്ടിൽ, ദേവനഹള്ളി എയർപോർട്ട് റൂട്ടിൽ സ്കോട്ടിൻ്റെ അടുത്തിട്ടോ. ഒരു കിച്ചണായിട്ട് ഉപയോഗിക്കുക. ക്ലൗഡ് കിച്ചൺ വേണ്ടി ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഈ പറഞ്ഞ ഇതാണ് നമ്മളെ പാൻട്രി ഷോപ്പ്. അതിൻ്റെ ഇതെല്ലാം ബോർഡൊക്കെ റെഡിയാക്കി വെച്ചിങ്ങാണ്ട്. അപ്പോൾ നമുക്ക് ലീവ് വിചാരിച്ചപ്പോൾ ലീവ് കിട്ടിയില്ല. അപ്പോൾ ഇത് ആകെ ചോദിക്കുന്നത് 2.5 ലക്ഷം റുപ്യ. അതിൽ 2.5 ലക്ഷം റുപ്യ സാധനം ഉണ്ട് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ ആ കിച്ചണിൽ കണ്ട സാധനങ്ങൾ, ഫ്രിഡ്ജ്, ഫ്രീസർ, അരക്കുന്ന സാധനങ്ങൾ, ഇതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം 2.5 ലക്ഷം സാധനം ഉണ്ടാവും കേട്ടോ. മൊത്തത്തിൽ നഷ്ടമൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ വരുന്ന പാക്ക് എല്ലാ സാധനവും ഉണ്ടോ. പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, ബോക്സ്, കവർ, ഒരാഴ്ചക്കുള്ള ഗ്രോസറി ഒക്കെ അടക്കാട്ടത്. ഒരാഴ്ച വിൽക്കാൻ ഉണ്ടാക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സകല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതടക്കം വരുന്നത് കേട്ടോ. 2.5 ലക്ഷം റുപ്യ ചോദിക്കുന്നുള്ള ആകെ. ക്ലൗഡ് കിച്ചണൊക്കെ തുടങ്ങാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റ് സ്റ്റാർട്ടപ്പ് ആയിട്ട് ക്ലൗഡ് കിച്ചണൊക്കെ നല്ല ഫുഡൊക്കെ കൊടുത്ത് ക്ലൗഡ് കിച്ചണൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. ഒക്കെ ക്ലൗഡ് കിച്ചൺ ആണെങ്കിൽ ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ ഒന്നും ഇപ്പോൾ നല്ലൊരു മലയാളി ഫുഡൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്ലൗഡ് കിച്ചണിൽ മലയാളി ഫുഡൊക്കെ കിട്ടാൻ പൂജക, ദേവനഹള്ളി ഈ ഭാഗത്തൊക്കെ ഒരുപാട് മലയാളീസൊക്കെ ഉള്ളതാണ്. പിന്നെ താമസിക്കുന്നത് നമ്മൾ സാധാരണ ഒരു റൂം എടുക്കുന്ന പൈസ ആയിട്ടുള്ളൂ. 11,500 വാടക. പി ജി ആണ്. ഹിന്ദി PG. ഓക്കെ. ഇത് ഇവിടുത്തെ നാട്ടുകാരനാണ് സ്ഥാപനം. പിന്നെ ഇതാണ് സാധനം, ചെറിയൊരു സാധനം. ഇതും കിച്ചണത്തെ സാധനം, എക്യുപ്മെന്റ്സ് അടക്കം. ആ എക്യുപ്മെന്റ്സിലെ വിലയുള്ളൂ ആവുന്നുള്ളൂ. പിന്നെ 12,500 വാടക റൂമിന്, 11,500 വാടക. എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ റീൽസ് നാളെ കഴിഞ്ഞ് മറ്റന്നാട്ട വേറെ വസ്ത്രമൊന്നുമില്ല. ആ കാണുന്ന നല്ല നേരെ മുമ്പ് തന്നെ ഫാക്ടറി. അത് ഒരു ഇത് വരുന്നത്, അടുത്തത് വരുന്നത് ഫുൾ ഇതൊക്കെ വരാൻ പോകുന്ന ഔട്ട്ലെറ്റുകളാട്ടോ. ഓരോ ഫാക്ടറീസാണ്, യൂണിറ്റുകളാണ്. അപ്പോൾ ഇതിലൊക്കെ ആൾക്കാരാവും. 1-2 മാസം കൊണ്ട്, ഒരു 6 മാസം കൊണ്ട് ഇവിടെയൊക്കെ
ഫാക്ടറിയും ആൾക്കാരും ആയി തുടങ്ങും. കാരണം ഡെവലപ്പിംഗ് ഏരിയയാണ്. ഇതൊക്കെ പണി കഴിഞ്ഞ് ഇതൊക്കെ ഓരോരുത്തർ റെൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ ഇതിന് മുമ്പില്ല കേട്ടോ. ഒരു ഇൻഡസ്ട്രി ഏരിയയാണ്. ഗൾഫിലൊക്കെ നമ്മുടെ പിന്നെ ഇൻഡസ്ട്രി ഏരിയ ഉണ്ടാവുമല്ലോ. സെനായി അറിയില്ല, സെനായിലുള്ള പോലൊരു ഏരിയയാണ്, ഡെവലപ്പിംഗ് ഏരിയയാണ്. അപ്പോൾ റീൽസിൻ്റെ ശേഷം നാളത്തെ റീൽസിലും അത് പ്രത്യേകിച്ച് അന്വേഷിക്കാനൊന്നുമില്ല. പുതിയ ബിൽഡിംഗ് ആണ്, ഡെവലപ്പിംഗ് ഏരിയയാണ്. ഇതുവരെ നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. കുഴപ്പമില്ല, ഒരു ക്ലൗഡ് കിച്ചന് പറ്റിയ സാധനമാണ്. അപ്പോൾ റീൽസിന് ശേഷം പിന്നെ നാളെ നമുക്ക് അത് പിന്നെ ഷോപ്പിൽ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം വിട്ടുതരാം. 2.5 ലക്ഷം റുപ്യുള്ള ആകെ അതിൻ്റെ മുതൽ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മളെ പേജ് എല്ലാവർക്കും ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയേ, നമ്മൾ ഓരൊറ്റ ഫോളോ ഒരൊറ്റ ഷെയറുകൾ ചെയ്ത് കൊടുത്താൽ ഈ വീഡിയോ ജസ്റ്റ് വീഡിയോ അല്ലെങ്കിലും പിന്നെ നമ്മുടെ പേജ് ഒന്ന് ഒറ്റ ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു 100 ഓപ്പർച്യൂണിറ്റി തോന്നിട്ട് തൊട്ട് അയലൊക്കെ ഷോപ്പ് കൊടുക്കാനുണ്ടാവും, അമ്മായിൻ്റെ ഷോപ്പ് കൊടുക്കുക, അതൊക്കെ നാട്ടുകാർ അറിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഒക്കെ നമുക്ക് ഗുണം ചെയ്യും. കാരണം വെച്ചാൽ ഒരു ഷെയർ, ആ ഷെയർ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഒരു 100 ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നെ തുറന്നു തരാണ്. ഇതിനെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഒന്നും ലാഭമൊന്നുമില്ല. നമ്മൾ പേജ് കുറേ ഫോളോവേഴ്സ് കൂടി കൊണ്ട് പൈസ ഒന്നും കിട്ടുന്നില്ല, വ്യൂവേഴ്സ് കൂടി പൈസ കിട്ടില്ല. പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ ഒരുപാട് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ ഒന്ന് എല്ലാവരും ഓരോ പിന്നെ ബിസിനസ് ആവശ്യമായിട്ടല്ലേ ബിസിനസ്സിൻ്റെ ഐഡിയാസും ബിസിനസ്സും കിട്ടാൻ വേണ്ടിയാണ് ഓരോ പേജുകളിലും മറ്റും ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടാൻ വേണ്ടി നമ്മളത് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് റെഫർ ചെയ്ത് ഫോളോ ചെയ്ത് കൊടുക്കി, ഷെയർ ചെയ്ത് കൊടുക്കി. കാരണം നമ്മൾ അത്ര സുതാര്യമായിട്ട് പരിപാടി ചെയ്യുന്നത്. ഇതേപോലെ ആദ്യം ഒന്ന് ലൈവ് ഇട്ട് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്ന് താമസ സൗകര്യങ്ങൾ ഒക്കെ ബാച്ചിലേഴ്സ് ആട്ടോ, ഫാമിലി അല്ലേ. ആ കാണുന്നതൊക്കെ യൂണിറ്റ് മൊത്തം ബാച്ചിലേഴ്സ്, അവിടെ കടകളൊന്നുമില്ല കേട്ടോ, ഒക്കെ ബാച്ചിലേഴ്സാണ്. ആ കാണുന്ന മൊത്തം ഈ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി, ആ ഇൻഡസ്ട്രി ഏരിയ, ആ ഇൻഡസ്ട്രി ഏരിയയിലെ ഒരു ക്ലൗഡ് കിച്ചണും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടിഫിൻ കൗണ്ടറും അങ്ങനെ. അപ്പോൾ എന്നാൽ മാക്സിമം പിന്നെ നമ്മൾ പേജ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കി. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക്, അപ്പോൾ നമുക്ക് ഒരു ഷെയറുകൾ ചെയ്ത് 5 മിനിറ്റ് ആവശ്യമുള്ളൂ. 5 മിനിറ്റാണ്, 5 സെക്കൻഡ് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ബസ് നമ്മുടെ പേജ് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തൊരു കഫേ ഉണ്ട് എയർപോർട്ടിൻ്റെ അടുത്ത്, അതും കുറച്ച് ഞാൻ ലൈവിൽ വരുന്നുണ്ടേ.